കാലിന് ദീപം വചനധ്യാനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വിഷയം വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്നവനാണ്, വാക്കുമാറാത്തവനാണ്. എന്നാൽ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക വാഗ്ദത്തങ്ങളായി തന്നെ ശേഷിക്കുന്നുണ്ട്. അതൊരു പൂർണ്ണതയിലേക്ക് വരുന്നതായി നാം കാണുന്നില്ല. വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുന്നതിന് തടസ്സമായി ഒരുപാട് ഘടകങ്ങളെക്കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, എബ്രായർ 6-11-12 വാക്യങ്ങളിലൂടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ ആരെന്ന് അല്പമായിട്ട് ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. 6-12 വാക്യം: അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പോൾ വാഗ്ദത്തം അവകാശമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ഓരോ വ്യക്തിക്കും വചനത്തിലൂടെ അനേക വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ആത്മീയ മന്ദതയാണെന്ന് എബ്രായർ 6-12 പറയുന്നു. ആരാണ് ആത്മീയമായി മന്ദതയുള്ളവർ? 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കുന്നവർ മന്ദത ഇല്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഒരുപടി വാഗ്ദത്തങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് ആലോചനകളായി വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ പല വാഗ്ദത്തങ്ങളും ഇന്നും പ്രോമിസുകളായി തന്നെ ശേഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മന്ദതയാണ്. ആർക്കാണ് മന്ദതയുള്ളത്? ആരംഭത്തിലെ ഉത്സാഹം അവസാനം വരെയും കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്തവർ ആത്മീയ മന്ദതയുള്ളവരാണ്. ഇവിടെ പറയുന്നുണ്ട്, പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ ഉത്സാഹം കാണിക്കണം. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം. ആദ്യമുണ്ടായിരുന്ന ഉത്സാഹം അവസാനം വരെയും അല്പം പോലും കുറവ് വരാതെ ഒരുപോലെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ ഉത്സാഹത്തിൽ കുറവ് വരാത്തവർ മന്ദതയില്ലാത്തവരാണ്. ഇൻ്റർനാഷണൽ റേസുകളിലൊക്കെ ഓടുവാനായിട്ട് നിൽക്കുന്ന ഇൻ്റർനാഷണൽ അത്ലറ്റ്സിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ വെടിയൊച്ച കേൾക്കുന്ന സമയത്ത് എത്ര ഉത്സാഹത്തോടെ അവർ ഓട്ടം ആരംഭിക്കുന്നോ അതേ ഉത്സാഹത്തോടു കൂടിയാണ് അവർ ഫിനിഷ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരംഭത്തിലെ ഉത്സാഹം ഒരു അത്ലറ്റിന് ഏതെങ്കിലും ഓട്ടത്തിൻ്റെ ഘട്ടത്തിൽ കൈമോശം വന്നു പോവുകയാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന 1-ാം സ്ഥാനത്തിലേക്ക്, കിരീടത്തിലേക്ക് അവൻ എത്തുവാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും നാം അല്പം പോലും മന്ദതയുള്ളവർ ആയിത്തീരരുത്. മന്ദത ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കണം. ഉത്സാഹം ഒരേ ഡിഗ്രിയിൽ തന്നെ കൊണ്ടുപോകണം. അതിന് നാം ഒരു സ്പിരിച്വൽ എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് 12-ാം വാക്യം പറയുന്നുണ്ട്, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അതിന് വിശ്വാസവും ദീർഘക്ഷമയും അത്യാവശ്യമാണ്. വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണ്. എന്നാൽ ഈ വാഗ്ദത്തം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം വളരെയധികം ഉണ്ടായിരിക്കും. വാഗ്ദത്ത സമ്പൂർണതയിലേക്ക് വരുന്ന ഒരു കാലതാമസമുണ്ടല്ലോ, ഒരു വെയിറ്റിംഗ് പീരീഡ്. ആ വെയിറ്റിംഗ് പീരീഡിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസം കുറയാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ മനനം ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. നാം വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ചെറുതും വലുതുമായ അനേക സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലില്ലേ? ഒന്ന് വന്ന വഴികളിലേക്ക് നാം തിരിഞ്ഞ് ശാന്തമായി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസം എപ്പോഴെങ്കിലും ചോരുന്നു എന്ന് തോന്നുമ്പോൾ ആഞ്ഞു പിടിക്കേണ്ട ഒരു കൊമ്പാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത.
ചെറിയ കാര്യങ്ങളിൽ, വലിയ കാര്യങ്ങളിൽ ദൈവം എത്ര വിശ്വസ്തനായി നമ്മെ ഇതുവരെ കൊണ്ടുവന്നു. വിശ്വാസത്തിനേക്കാളോ അല്ല, ഒരു പടി കൂടുതലോ ആയിട്ട് വേണ്ടതാണ് ദീർഘക്ഷമ. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഒരു സമയപരിധിയുണ്ട്. വാഗ്ദത്തം അതിൻ്റെ സമാപ്തിയിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷേ ഈ വെയിറ്റിംഗ് പീരിയഡിൽ ദീർഘക്ഷമയുള്ളവരായി നാം തീരണം. ഈ ക്ഷമ വിശ്വാസത്തേക്കാൾ കുറച്ചുകൂടെ ഭാരമേറിയതാണ്, കടുപ്പമേറിയതാണ്. നമുക്ക് ക്ഷമിച്ച് ദീർഘകാലം ഇരുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും വാഗ്ദത്തം പ്രാപിച്ച വിശ്വാസവീരന്മാരെ നാം അനുകരിക്കണം. പലപ്പോഴും നാം ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ചില വിശ്വാസികളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ, ന്യൂനതകൾ കാണുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതവും കുലുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖക കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, ആരെയാണ് നാം അനുകരിക്കേണ്ടത്? വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം പ്രാപിച്ചെടുത്ത വിശ്വാസവീരന്മാരുടെ നീണ്ട പട്ടിക 11-ാം അധ്യായം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ മുന്നണിയിൽ നിർത്തിക്കൊണ്ട് അനുകരിക്കുവാനായിട്ട് ലേഖക കർത്താവ് ഒരു മോഡലിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അബ്രഹാമിന് ഉത്സാഹത്തിൽ അല്പം പോലും മടുപ്പില്ലാത്തവനായിരുന്നു. അബ്രഹാം വിശ്വാസം അല്പം പോലും ചോർന്നു പോകുന്നവനല്ലായിരുന്നു. അബ്രഹാമിൻ്റെ ദീർഘക്ഷമ കാലപ്പഴക്കത്തിൽ നഷ്ടപ്പെട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നാം നോക്കുകയാണെങ്കിൽ അബ്രഹാമിന് ആദ്യത്തെ വാഗ്ദാനം ദൈവം കൊടുക്കുമ്പോൾ, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകും, നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്നുള്ള വാഗ്ദത്തം കിട്ടുമ്പോൾ അവൻ്റെ വയസ്സ് 75 വയസ്സാണ്. എന്നാൽ അവനൊരു പുത്രന് ലഭിക്കുന്നത് 100-ാമത്തെ വയസ്സിലാണ്. 75-നും 100-നും ഇടയിൽ 25 വർഷം താൻ കാത്തിരുന്നപ്പോൾ തൻ്റെ ശരീരത്തിലുണ്ടായ അപജയം, തൻ്റെ ശരീരത്തിലുണ്ടായ ബലക്ഷയം, തൻ്റെ നാഡീ ഞരമ്പുകൾ, പേശി, രക്തം ഒക്കെ ബലഹീനമാകുന്നത്, തൻ്റെ ഭാര്യയുടെ ശരീരം ബലഹീനമാകുന്ന യാഥാർത്ഥ്യങ്ങളെ കൺമുമ്പിൽ വ്യക്തമായി കണ്ടപ്പോഴും അവൻ്റെ വിശ്വാസത്തിന് അല്പം പോലും കോട്ടം വന്നില്ല. അവൻ്റെ ദീർഘക്ഷമ വർദ്ധിച്ചു വന്നതേയുള്ളൂ. കാരണം ദൈവത്തിന് ഭോഷ്ക് പറയാൻ പറ്റാത്ത 2 കാര്യങ്ങളിലാണ് അവൻ ആശ്രയിച്ചിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതായ 2 കാര്യങ്ങളാൽ ശക്തിയോടെ പ്രബോധനം പ്രാപിക്കുക. ദൈവം ഭോഷ്ക് പറയാത്ത 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ദൈവം ഒരിക്കലും തൻ്റെ വാഗ്ദാനത്തിൽ ഭോഷ്ക് പറയുകയില്ല. ദൈവം തൻ്റെ പ്രതിജ്ഞകൾ, ഓത്തുകൾ, ദൈവം എടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്രതിജ്ഞ, അതിൽ ദൈവം ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. അബ്രഹാമിനോട് നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് 75-ാമത്തെ വയസ്സിൽ പറയുമ്പോൾ 25 വർഷക്കാലം കാത്തിരിക്കുവാനായിട്ട് ദൈവം ഒരു പ്രതിജ്ഞ കൊടുക്കുന്നു. ഈ ലോകത്തിൽ ദൈവത്തെക്കാൾ മറ്റൊരുവനില്ലാത്തതുകൊണ്ട് ദൈവം തന്നെത്താൻ സത്യം ചെയ്ത് തൻ്റെ നാമത്തിൽ ആണയിട്ടുകൊണ്ട് അത് ഉറപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും ദൈവത്തിൻ്റെ പ്രതിജ്ഞയിലും പൂർണ്ണമായിട്ട് അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് ബലക്ഷയം അവനൊരു വിഷയമല്ലായിരുന്നു. 100-ാം വയസ്സിലും പുത്രോത്പാദനത്തിനുള്ള ശക്തി തനിക്കും കുടുംബത്തിനും ലഭിക്കുന്നതായിട്ട് കാണാം. പിന്നീട് നമുക്കറിയാം, പരീക്ഷകളിലൂടെ അവൻ ജയാളിയായി തീർന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മൺതരി പോലെയും മണൽത്തരികൾ പോലെയും അവന് മക്കൾ തലമുറ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് വാഗ്ദാനം ലഭിച്ചിട്ട് വാഗ്ദാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വാക്യം മുറുകെ പഠിക്കുക. എബ്രായർ 6:12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരുടെ അനുകാരികളാകുവാൻ. നമുക്ക് മുമ്പേ ഓട്ടം തികച്ച അനവധി വിശ്വാസവീരന്മാർ വാഗ്ദത്തങ്ങൾ പിടിച്ചടക്കിയവരാണ്. അവരെ അനുകരിക്കുക. മന്ദത ഒഴിവാക്കുവാൻ ഉത്സാഹം, ആദ്യ ഉത്സാഹം അവസാനം വരെ ഒരുപോലെ കാത്തു സൂക്ഷിക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കുക, ദീർഘക്ഷമയോടിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാത്ത ദൈവിക വാഗ്ദത്തങ്ങൾ ഈ വചനങ്ങളിലൂടെ നമ്മുടെ മാർവിടങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.